അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് ഗൈസ്? നമ്മൾ തുഗ്ലക്കാബാദ് പോവാണ്. അപ്പൊ നമ്മളോട് ഡ്രൈവർ ബൈ ചോദിച്ചു നിങ്ങൾ അവിടെ കറങ്ങാൻ പോവാണോ? നമ്മളവിടെ ഡ്രൈവർ കൈ അടിക്കുന്നുണ്ട്. मलयालम मलयालम मालूम मातृभाषा है केरला की मातृभाषा മലയാളം. അപ്പോൾ നമുക്കിനി ഫോർട്ട് എത്താനായിട്ട് 10 മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ ഈ 10 മിനിറ്റ് നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ഏതാണ് ബാക്കി ഏതാണ്? മഞ്ഞ്. നമ്മളെല്ലാവരും മഞ്ഞുണ്ടായാൽ മതി അല്ലേ? മഞ്ഞ് ഉള്ള പാട്ടുകൾ. ഓക്കെ, മഞ്ഞുള്ള പാട്ടുകൾ പാടും. ഓക്കെ, അപ്പോൾ ഇവർക്കൊന്നും അറിയില്ല, അപ്പോൾ ആദ്യം ഞാൻ തന്നെ പാടാം. മറ്റേ മഞ്ഞുമഴക്കാറ്റിൽ കുഞ്ഞുമുളം കൂട്ടിൽ, ആ പാട്ട് ആകതനിലെ ദിലീപിന്റെ പാട്ട്. എന്നെ ബൈ അപ്രൂവ് ചെയ്തിരിക്കുന്നു ഗൈസ്, എന്നെ ബൈ അപ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ഇമാദ് പോലൊരു പെൺകുട്ടിയോ ഒരു സിനിമയല്ലേ വേറെ? ആ സിനിമയിൽ തന്നെ അങ്ങനെ പാട്ട് എന്തായാലും ഒരു ലൈനേ പാടൂ. ഞാൻ നേരത്തെ പറഞ്ഞേ മഞ്ഞിൽ വിരിഞ്ഞ പൂവോ പറയൂ. അല്ല, ഇന്നലെ മറ്റേ ഇത് വേണ്ടെന്ന് വെച്ചല്ലേ ഇടയ്ക്കൊന്ന് പാടുന്നത് പറ്റില്ല. അതില്ലാണ്ട് നമുക്ക് ഇതിൽ സർവൈവ് ചെയ്യാൻ കഴിയില്ല. ഒരു റൗണ്ട് കഴിയുമ്പോ നമ്മൾ ഔട്ട് ആവും. അതുകൊണ്ട് നമുക്ക് ഇനി അബ്രി അത് ഞാൻ വിചാരിച്ച പാട്ടേനു. അപ്പൊ ആലോചിക്കണം. എന്താണെന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യും. എനിക്ക് എല്ലാം മഞ്ഞ ആലോചിക്കട്ടെ. मंकी पार्क है। हाँ भैया हमारे गाइड अंदर पूरा मंकी है। नहीं, इतना नहीं है, लोग घूमते हैं। നമുക്ക് ഭയ്യ കഴിക്കതായിട്ട് പ്രഖ്യാപിച്ച ഒരു ഹിന്ദി പാട്ട് പാടിയാലോ? സൂര്യൻ അതുകൊണ്ട് മാത്രം നമ്മളിപ്പോ കളി അവസാനിപ്പിക്കാൻ തോറ്റെന്ന് പറയും. അത് അങ്ങോട്ട് നോക്കൂ, ഒരു വൈറ്റ് ബ്ലാക്ക് ഡ്രസ് ഇട്ട് നിൽക്കുന്നത് കാണാം. അതാണ് നമ്മുടെ ഷെഫീഖ്. താങ്ക് യു. നമുക്ക് വേണ്ടിയിട്ട് AKMHSS കോട്ടൂരിൻ്റെ സ്വന്തം, PKMന്റെ സ്വന്തം, PSMOയുടെ സ്വന്തം ഷഹ്മ ബീഗം നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ ഷഹ്മ, നമ്മളിപ്പോൾ എവിടെ ഉള്ളത്? തുഗ്ലക്കാബാദ് ഫോർട്ടിൽ നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഫോർട്ടിനെ പറ്റി നമുക്ക് അറിയണമല്ലോ, അതിനോട് വന്നത് നമ്മളിപ്പോൾ ഷെഫീഖിൻ്റെ കൂടെയാണ് വരുന്നത്. ഷെഫീഖ മുന്നേ കേട്ടില്ല, ഷെബി പറഞ്ഞിട്ട് പിന്നെ നിങ്ങളൊക്കെ സ്റ്റോറിൽ കണ്ടിട്ടുണ്ട് ഷെഫീഖിനെ കുറിച്ചൊക്കെ. നൂഡിൽസ്, പിന്നെ നേന്ത്രപ്പഴം കഴിച്ചില്ലേ? കട്ടൻ ചായ, നൂഡിൽസും നേന്ത്രപ്പഴം കട്ടൻ ചായ. സംഭവം എന്തായോ, ഒരു റീൽസിൽ കണ്ട് ഡൽഹി എല്ലാം പോയി കണ്ടുകൊണ്ടിരിക്കണത്. പക്ഷെ ഇത് വേറെ ആർക്കും കിട്ടില്ല കേട്ടോ. ചോറ് മാർക്കറ്റോ, ചോറ് മാർക്കറ്റ് ബസാർ. അല്ല, ഇത് നിങ്ങൾക്ക് വേറെ ആർക്കും കിട്ടില്ല. ലൈൻ ഫാസ്ക ഡൽഹിയിലെ പൂട്ടിയിട്ടാലും ആൾക്കാർക്ക് കടക്കാൻ പറ്റുന്ന ഒരു ഗേറ്റ്. ഇന്ത്യ ഗേറ്റ്, ഡൽഹി ഗേറ്റ്, അങ്ങനെ കുറേ അജ്മീർ ഗേറ്റ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഡൽഹിയിൽ പൂട്ടിയിട്ടാലും കടക്കാൻ പറ്റുന്ന ഒരു ഗേറ്റ്. ഒരാഴ്ചയൊക്കെ പ്രായമായിട്ടുണ്ടാവുള്ളൂ. കാണിക്കോന്ന റോട്ടിൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാവില്ലേ? എന്നിട്ട് നമുക്ക് ഇന്ത്യക്ക് ആൾക്കാരെങ്ങനെ കൊണ്ടുവന്നൂടെ? ഇതിന്റെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇത് തുഗ്ലക്കാബാദ് ആണ്.
തുഗ്ലക്കാബാദ് ഡൽഹിയിലെ മൂന്നാമത്തെ നഗരമാണ് തുഗ്ലക്കാബാദ്. ഡൽഹിൻ്റെ ഉള്ളിൽ മൂന്നാമത്തെ നഗരം എന്ന് ഇപ്പം വിളിക്കാൻ പാടില്ല. ഈ അടുത്ത് സുഹൈലാഷ്മി ഇങ്ങനെ തിരുത്തി, അതായത് ഡൽഹിയിൽ 2 പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ട് വളർന്ന 2 സിറ്റികളേ ഉള്ളൂ. ഒന്ന് മെഹ്റോളിയും മറ്റേത് ഷാജഹാനാബാദ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഓൾഡ് ഡൽഹിയാണ്. നമ്മുടെ ജമാ മസ്ജിദും ഇതൊക്കെ ഉള്ള, റെഡ് ഫോർട്ടൊക്കെ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു ക്യാപിറ്റൽ സിറ്റി എന്നുള്ള നിലക്ക് പറയാം. അപ്പോൾ ഡൽഹിൻ്റെ മൂന്നാമത്തെ ക്യാപിറ്റൽ സിറ്റിയാണ്, മൂന്നാമത്തെ മേജർ ക്യാപിറ്റൽ സിറ്റിയാണ് തുഗ്ലക്കാബാദ്. അന്ന് രാത്രി കുറേ പിന്നെ വരുന്ന സാധനം എന്താ വെച്ചാൽ, ഓരോരുത്തർ ഈ മുഗൾ സുൽത്താനേറ്റ് അല്ല ഡൽഹി സുൽത്താനേറ്റിനെ പറ്റി പറയുന്ന ബറാനി ആണെങ്കിലും ഇസാമി ആണെങ്കിലും ഖുഷ്രു ആണെങ്കിലും പിന്നെന്താ പറയുക ഇബ്നു ബത്തൂത്ത ആണെങ്കിലും, പിന്നീട് ഓരോരുത്തർക്കും ഓരോ കഥകളാണ്. ഓരോ എവിടെ നിൽക്കുന്നു, ഓല ആരെ പക്ഷത്ത് നിൽക്കുന്നു, അതിനനുസരിച്ചിട്ട് ഈ കഥകളും ചരിത്രമൊക്കെ അങ്ങനെ മാറും. ശരിക്കും ചരിത്രം അങ്ങനെയാണല്ലോ. നിങ്ങൾക്കിപ്പോൾ നമുക്കിപ്പോൾ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എഴുതുമ്പോൾ കറക്റ്റ് നമ്മൾ ആ ഒരു പേഴ്സണൽ ഫേവറും ബയാസസും സാധനങ്ങളൊക്കെ ചരിത്രത്തിലുണ്ടാവും. അപ്പോൾ അതേപോലെ ഓരോരുത്തരും പറയുന്നത് ഓരോ കഥയാണ്. ചെറിയ ഫോട്ടോ പറയുന്നത് ഇന്നിപ്പോൾ അവിടെ ഈ ധോബികൾ, നമ്മൾ അങ്ങനെ ഈ വാഷിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടാവുമല്ലോ, തുണിയൊക്കെ ഇതാക്കണേ, അങ്ങനെ. അപ്പോൾ അതിനിപ്പോൾ ധോബിക്കില്ല എന്നൊക്കെ പറയും. ഈ ഒരു ഇവര് സിബ്ലിങ്സ് കറക്റ്റ് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഏതാല്ലേ, ഞാനത് ഇപ്പോഴാണ് ഐഡന്റി നോട്ട് ചെയ്തത്. നല്ല വ്യൂ അല്ല ഇവിടെ ഞങ്ങള്. ഇവിടെ നിന്ന് തുഗ്ലക്കാബാദ് മൊത്തം കാണാം. അതാണ് തുഗ്ലക്കാബാദ്, അതാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ടോംബ്. സൂക്ഷിച്ച് നടക്കുക. ക്യാമറ ഓഫ് ആയി കളി വീണത് കിട്ടണ്ടെന്ന് പറഞ്ഞതാണ്. ആ പരോളിന് ഇറങ്ങാണ്. പ്രതി 1, പ്രതി 2, പ്രതി 3. മിന്നൂന് ശരിക്കും ഇത് പരോളാണ് ഡൽഹിയിൽ വന്നത്. ഷെഫീഖ ഇവള് ഡൽഹി വന്ന ഒരു സ്റ്റോറി ഉണ്ട്. മിന്നു അതെ, ഷെബി ഇവിടെ പഠിക്കാൻ വന്നത് അന്ന് തൊട്ട് ഇങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് 10ൽ ഫുൾ എ പ്ലസ് ഒക്കെ മേടിച്ച് അങ്ങനെ കിട്ടിയ ഗിഫ്റ്റിന് പൈസ ഒക്കെ എടുത്ത് വെച്ച് പിന്നെ ട്യൂഷൻ എടുത്ത് +1 പഠിക്കുമ്പോൾ അന്ന് തുടങ്ങിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം ക്യാൻസലായത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അതിനാ ട്രെയിൻ ജാമാവില്ല എന്തായിരുന്നു പോണ്ടാറ്. അങ്ങനെ ആറ്റ് നോറ്റ് മിന്നു ഇപ്രാവശ്യം ഡൽഹി കയറി ഗൈസ്. സ്വന്തം പൈസക്ക് അധ്വാനിച്ചുണ്ടാക്കിയ പൈസക്ക് രണ്ടാളും അങ്ങനത്തെ കേട്ടോ, സ്വന്തം എഫേർട്ടാണ്. +1 പഠിക്കുമ്പോൾ ഉണക്കാട്ടതാ. പഞ്ചായത്തുകാരിയാണ്. അപ്പോൾ ഇവിടെ കുറേ എന്താ പറയുക ആൾക്കാർ ഇങ്ങനെ മദ്രസ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓര് ഇരുന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കൊണ്ട് മൂപ്പര് ചെയ്ത എന്താ പറയുക പാപങ്ങളൊക്കെ പടച്ചോൻ പുറത്തു കൊടുക്കട്ടെ എന്നുള്ള നിലക്ക്. അപ്പോൾ ഇത് ഭയങ്കര രസമുള്ള മദ്രസ, ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള. നമ്മളെ നാട്ടിലെ ഈ നടുമുറ്റൊക്കെ പോലത്തെ. ഓ പോലെ സെൽഫ് ബിൽഡ് ടോംബ് എന്നാണ് ഇതിന് അടിയിൽ എഴുതി വെച്ചിരുന്നത്. സെൽഫ് ബിൽഡ് ടോംബ് എന്ന് പറയുമ്പോൾ അയാൾ മരണത്തിൻ്റെ മുന്നേ തന്നെ മരണം വരും. സുൽത്താനായാലും വേണ്ടിയില്ല, ഇനിയിപ്പോൾ അവിടുത്തെ ഒരു ചെറിയ പ്രജ ആയാലും വേണ്ടിയില്ല, മരണം എന്തായാലും എല്ലാവർക്കും ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണല്ലോ ഒരാൾ ടോംബ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ മൂപ്പരെ പറ്റി ഈ ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, ഇയാൾ
ഇവിടെ ആയിരുന്നു, ദിബാൽപൂരിൽ, മുൾത്താൻ്റെ കുറച്ച് അപ്പുറത്തേക്കായിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് മൂപ്പർ അവിടെ ഉണ്ടാകുമ്പോൾ മൂപ്പർക്ക് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക ടോംബ് ബിൽഡ് ചെയ്ത് വെച്ചിന്. ഈ ചങ്ങായി അവിടെ കിടക്കണ്ടേന് അതിൻ്റെ ഉള്ളിൽ. ആ ആളാണ് ഇവിടെ ഈ ഇങ്ങനെ ഭയങ്കര മിനിമലായിട്ടുള്ള സാധനത്തിൽ കിടക്കുന്നത്. അപ്പോൾ ഇത് പിന്നീട് മൂപ്പർ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ രാജാവ് ആയപ്പം അവിടെ നമ്മൾ കണ്ടില്ല, സഫർ ഖാൻ മരണപ്പെട്ട് കിടക്കുന്നത്. സഫർ ഖാൻ അലാവുദ്ദീൻ ഖിൽജിൻ്റെ എന്താ പറയുക ഒരു ആർമി ചീഫായിരുന്നു. അപ്പോൾ സഫർ ഖാൻ ഭയങ്കര അലാവുദ്ദീൻ ഖിൽജിയുമായിട്ട് ഭയങ്കര പേഴ്സണലി അടുപ്പമുള്ള ആളാണ്. അപ്പോൾ ഇയാൾ മരണപ്പെട്ടപ്പോൾ, ഇയാളും ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെയും അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ അയാൾ മരണപ്പെട്ടപ്പോൾ അയാൾക്ക് ഉണ്ടാക്കിയ ഒരു കുഞ്ഞ് ടോംബായിരുന്നു ഇത്. അത് എന്താ പറയുക നമ്മളെ ഫോർട്ടുമായിട്ട് ഇതിനൊരു ബന്ധമില്ലായിരുന്നു. പിന്നീട് മൂപ്പർക്ക് തോന്നി ഈ സ്ഥലം ഭയങ്കര ഭംഗിയുണ്ടല്ലോ, ആ ടോംബ് അവിടെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ. അങ്ങനെ ആ ടോംബിനെ ചുറ്റിക്കാണ്ട് ഒരു ഇത് കെട്ടി, ഫോർട്ട് ഉണ്ടാക്കി. ഇതൊരു ഫോർട്ടുള്ള ടോംബാണ്, ഇത് കോട്ടൻ്റെ ഉള്ളിലെ ടോംബാണ്. എന്നിട്ട് അവിടുന്ന് മറ്റേ നടപ്പാലും കൊടുത്ത്, പാലാണ് ശരിക്കും മൊത്തം, ബാക്കി സൈഡ് മൊത്തം നമ്മൾ നടന്നു വന്ന സ്ഥലങ്ങളൊക്കെ തടാകമാണ്. ആ തടാകത്തിൻ്റെ ഉള്ളിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ കോട്ടയും അയാളുടെ ടോംബും ഉള്ളത്. അപ്പോൾ ശരിക്കും മൂപ്പർ മരണത്തിൻ്റെ മുന്നേ തന്നെ മൂപ്പർ തീരുമാനിച്ച് ഇവിടെ ഇങ്ങനെ ഒരു സാധനം സെറ്റാക്കാന്നുള്ള, അങ്ങനെ മൂപ്പർ ഉണ്ടാക്കിയ സാധനം ശരിക്കും. ബീഗംപൂർ പള്ളിയാ ബൗളി, വെള്ളത്തിൻ്റെ ബൗളികൾ കുറേ ഉണ്ട് ഡൽഹിയിൽ. എല്ലാവരും സൂക്ഷിക്കാനുണ്ട്. ഇവിടെ നിന്നാണ് പ്രത്യേകിച്ച് ഇത് വരാം. ഇരുട് വേണ്ടി, ഇരുടില്ല. നല്ല പഴക്കമുള്ള വാർത്തകൾ ഇത്. അവിടെ കയറിയാൽ നമുക്ക് മൊത്തം അവിടെ നിന്ന് നമ്മൾ വന്ന് അതിന് ബംഗാളി ചത്ത് എന്നാ പറയാ. ആ പള്ളി അങ്ങനെ ഒരു വീട് പോലെ ഇങ്ങനെയുള്ള ആ പള്ളി, അത് ഞാൻ പറഞ്ഞില്ലേ മുഖ പറഞ്ഞില്ല അടുത്തങ്ങളെടുത്ത് നമ്മൾ എവിടേക്കോ പോവുണ്ടേ. പക്ഷെ ഒരു സ്ഥലത്തിനോടും എന്താ പറയുക, ഷെഫീക്ക് പറഞ്ഞ പോലുള്ള എനിക്ക് കാശ് തോന്നിയിട്ടില്ല. ഷെഫീക്കിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറെ ഇനി ബെറ്റർ ആവാണ്ട് തോന്നാം. നമ്മൾ കുറച്ച് അറിയാന് ഒരു സ്ഥലത്തിന് ഇത്രമാത്രം നോർമലി ഇവിടെ എല്ലാവരും വന്ന് പോവാ, ഇപ്പൊ ഇവിടെ ഉള്ള ആളുകളാണെങ്കിലും കാണാ, ജസ്റ്റ് കുറെ ഫോട്ടോ എടുക്കുക. പക്ഷെ കുറെ അറിഞ്ഞതുകൊണ്ട് നമുക്ക് ഇനി ഓരോ സ്ഥലത്ത് പോവാനും അറിയാനൊക്കെ ഉള്ളൊരു എത്ര ഡീപ്പായിട്ട് അറിയോ ഓരോ സാധനം നോക്കണല്ലേ. ഒരു ഹോള്, പിന്നെ തത്ത, അവിടെ കണ്ട പട്ടി, എല്ലാം ഭയങ്കര ഡീറ്റെയിലിംഗ്. എന്താ പറയാ, ഞാൻ ഇതിന് മുന്നേ വേറെ ഇങ്ങനെ വോക്കിന് കാര്യത്തിനൊക്കെ പോയിട്ടുണ്ട്. അവിടെ എന്താ ജസ്റ്റ് അങ്ങനെ പോകുന്നു, ഇവിടെ അങ്ങനെ എങ്ങനെ ഇതാണ് എന്നെ സാധനം എന്ന് പറഞ്ഞു. പക്ഷെ മൂപ്പറാളെ നമ്മളെ ലയിപ്പിക്കുന്നുണ്ട്. കാരണം മറ്റു പൊതുവെ നമ്മള് ഗൈഡ് കാണുന്നില്ല, ഇത് ഇങ്ങനെ നിന്ന് എങ്ങനെ ആയിരുന്നു, ഇവിടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ രാജാക്കന്മാർ ഇരുന്ന സ്ഥലമാണ്. പക്ഷെ ഇത് അതിനെ കൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു ഓരോ സ്ഥലത്തിനും ഓരോ ടോപ്പിക് അല്ലെങ്കിലും പീസ്, പ്രയർ, പീസ്, അത് നല്ല കണക്ഷൻ തോന്നി. നല്ല നമുക്കിങ്ങനെ ഒരു ഇതിങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് അറിയാം എന്നറിയോ ഒരു വ്യത്യാസം എന്താ വെച്ചാല് നമ്മളും കൂടെ കൂടെ പറയിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എങ്ങനെയാണ് ഒക്കെ. സോ ഗൈസ്, അങ്ങനെ നമ്മളെ തുഗ്ലക്കാബാദ് വോക്ക് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ വെറുതെ ഇങ്ങനെ
കണ്ട് കുറേ കല്ല് കുറേ മോണ്യുമെന്റ് എന്ന് വിചാരിച്ച് പോണതിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഹിസ്റ്ററി, അല്ലെങ്കിൽ ഹിസ്റ്ററിനൊക്കെ അതിൻ്റെ സ്റ്റോറീസാണ്. ഇപ്പോൾ പുള്ളി പറഞ്ഞ പോലെ ഓരോ ആൾക്കാരും ഓർക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ഹിസ്റ്ററിനെ വായിക്കുക എന്നുള്ള സാധനം. സോ ബേസിക്കലി ഇത് സ്റ്റോറി. അപ്പം നമ്മൾ ആ കഥകൾ അറിഞ്ഞ് ഓക്കെ വൺസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ചിന്തിച്ചിട്ട് ആ വഴി കൂടെ പോകുമ്പോൾ കുറച്ചുകൂടെ രസമാണ്. അപ്പം നമ്മളുടെ വോക്ക് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഏർലി മോർണിംഗ് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലിൻ്റെ ഇടങ്ങേറൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ആരെങ്കിലുമൊക്കെ ഇനി വരുമ്പോൾ ഇതുപോലത്തെ വെറുതെ ഇതൊക്കെ കണ്ടു പോവുക, അല്ല ഇത് കണ്ടു പോവാം, പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് ഇങ്ങനെ ഓപ്ഷൻസ് എടുക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലതായിരിക്കും. ഓക്കെ. Okay, bye.